ഞാൻ കണ്ടിട്ടില്ല സ്വർഗം, ഞാൻ കണ്ടിട്ടില്ല നരകം, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു സ്വർഗമുണ്ട് എന്ന്. അതേപോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു നരകമുണ്ട് എന്ന്. ഈ വിശ്വാസം കേവലമായ ഒരു വിശ്വാസമല്ല, ആത്മാർത്ഥമായ ഹൃദയത്തിൽ തട്ടിയ 100% വിശ്വാസമാണ്. 100% വിശ്വാസം എന്ന് പറഞ്ഞാൽ, ഞാൻ ജനിച്ചിട്ടുണ്ട് എന്ന് ഞാൻ എത്രത്തോളം അറിയുന്നുവോ, ഞാൻ മരിക്കുമെന്ന് ഞാൻ എത്രത്തോളം വിചാരിക്കുന്നുവോ, അതേപോലെ തന്നെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഞാൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ മരിക്കുമെങ്കിൽ എനിക്ക് മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന്. എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് പ്രസക്തം. തീർച്ചയായും ഞാൻ ഒരു ശാസ്ത്ര വിദ്യാർത്ഥിയാണ്. ശാസ്ത്ര വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് ശാസ്ത്രീയമായി കാര്യങ്ങൾ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. എന്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട കുറെ ചോദ്യങ്ങളുണ്ട്, ഞാൻ സ്വയം ചോദിക്കുന്ന ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്ക് ശാസ്ത്രത്തിന് ഉത്തരം നൽകാൻ കഴിയുന്നില്ല. ശാസ്ത്രമാണല്ലോ ഭൗതികമായ വിഷയങ്ങളിൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന സാധനം. അപ്പോ എന്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ ചോദ്യം ഒന്ന്, ഞാൻ എവിടെ നിന്നാണ് വന്നത്, എന്നെ ആരാണ് ഇങ്ങനെ രൂപപ്പെടുത്തിയത്? രണ്ടാമത്തെ ചോദ്യം, ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്റെ മരണത്തിന് ശേഷം? മൂന്നാമത്തെ ചോദ്യം, ഞാൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത്? ഈ 3 അടിസ്ഥാന ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് എന്റെ ചോദ്യത്തിന് ഉത്തരം ഉണ്ടായിക്കൂടാ എന്നില്ല. അങ്ങനെയാണ് ഞാൻ അന്വേഷിക്കുന്നത്, ഈ ചോദ്യത്തിന് എവിടെ നിന്ന് ഉത്തരം കിട്ടും? അങ്ങനെ ഉത്തരം കിട്ടി വേദഗ്രന്ഥങ്ങളിൽ നിന്ന്. സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ എല്ലാ മതഗ്രന്ഥങ്ങളും ഒരേപോലെ പറയുന്നൊരു തത്വമായി എനിക്ക് മനസ്സിലായി, മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന്. സ്വർഗേ ലോകേ ന ഭയം കിഞ്ചനാസ്തി ന തത്വത്വം ന ജരയാഭിഭേദി ഉഭേ തീർത്വാ ശനായാ പിപാസേ ശോകാദിഗോ മോദദേ സ്വർഗലോകേ എന്നെനിക്ക് വായിക്കേണ്ടി വന്നു, വായിക്കാൻ കഴിഞ്ഞു. കഠോപനിഷത്തിലെ 1-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ വചനത്തിൽ സ്വർഗലോകം, അവിടെ ഭയമില്ല, പ്രയാസമില്ല, പീഡനങ്ങളില്ല, പ്രശ്നമില്ല, മരണമില്ല, അവിടേക്കാണ് സൽക്കർമ്മികൾ പോകുന്നത് എന്ന്. ഈശാവാസ്യോപനിഷത്തിലെ 3-ാമത്തെ ശ്ലോകത്തിൽ ഞാൻ വായിച്ചു, അസൂര്യ നാമതേ ലോകേ അന്ധേന തമസാവൃതാഃ താംസ്ത്യാ പ്രേദ്യാവിഗച്ഛന്തിയേ ചാത്മഹാനോ ജനഃ. മരണത്തിന് ശേഷം അന്ധകാര നിബിഡമായ ലോകങ്ങളിലേക്കാണ് ദുഷ്കർമ്മികൾ, ആത്മഘാതികൾ പോകുന്നത് എന്ന്. ഇതേപോലെ തന്നെ ഞാൻ ബൈബിളിൽ വായിച്ചു മത്തായിയുടെ സുവിശേഷത്തിലെ 6-ാമത്തെ അധ്യായത്തിലെ 19 മുതൽ 21 വരെയുള്ള വചനങ്ങളിൽ സ്വർഗത്തെ കുറിച്ച്, മർക്കോസിന്റെ സുവിശേഷത്തിലെ 9-ാം അധ്യായത്തിലെ 43 മുതൽ 49 വരെയുള്ള വചനങ്ങളിൽ നരകത്തെ കുറിച്ച്. പരിശുദ്ധ ഖുർആനിൽ ഞാൻ പരിശോധിച്ചു, ഖുർആനിന്റെ 1/3 ഭാഗം സ്വർഗ നരകങ്ങളെ കുറിച്ചാണ്, നീതിയെ കുറിച്ചാണ്. യഥാർത്ഥത്തിൽ എന്റെ അടിസ്ഥാനപരമായ ചോദ്യത്തിന്, ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന ചോദ്യത്തിന്, എന്റെ ജീവിതത്തിന്റെ എന്താണ് അർത്ഥം എന്ന ചോദ്യത്തിന് പരിശുദ്ധ ഖുർആൻ എനിക്ക് പൂർണ്ണമായ മറുപടി തന്നു. എന്റെ ജീവിതത്തിന്റെ അർത്ഥം, എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ പടച്ചതമ്പുരാൻ മനുഷ്യർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള അനുഗ്രഹത്തിന്റെ ഭവനമായ സ്വർഗലോകത്തിൽ എത്തിപ്പെടുക എന്നുള്ളതാണ് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ ചോദ്യം ഉദിക്കുന്നു, ഖുർആൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയുമോ? ഖുർആൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഒരു കാര്യം സത്യമാകണോ? എത്രയോ ഗ്രന്ഥങ്ങളിൽ പറയുന്നു ഇല്ല എന്ന്, ഇങ്ങനെ മരണാനന്തര ജീവിതം ഇല്ല എന്ന്. ഒരു ഗ്രന്ഥം പറയുന്നില്ല എന്ന്, വേറൊരു ഗ്രന്ഥം ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ രണ്ടും ഒരേപോലെ കാണാൻ പറ്റൂ. അവിടെയാണ് എന്റെ അന്വേഷണം പ്രവർത്തിക്കുന്നത്. ഞാനൊരു കഥ പറയാം, ഒരു മത്സ്യത്തിന്റെ കഥ. കുളത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മീന്, ആ മീനിന്റെ മുന്നിൽ അതിനിഷ്ടമുള്ള ഒരു ഇര ഇങ്ങനെ കാണുന്നു. ആ ഇര കടിക്കാൻ വേണ്ടി ആ മത്സ്യം ആവേശത്തോടു കൂടി ഓടിപ്പോവാണ്. ഇര തിന്നാനുള്ള ആവേശത്തോടു കൂടി അവിടെ ആ മത്സ്യത്തിന്റെ മുന്നിൽ തവള പ്രത്യക്ഷപ്പെടുന്നു. തവള പറയുന്നു, മീനെ നീ പോകല്ലേ, നീ മുന്നോട്ട് പോകല്ലേ, നീ മുന്നോട്ട് പോയാൽ നീ അത് കടിക്കും. ആ ഇര നിനക്ക് ഇഷ്ടമുള്ളതാണ് ആ ഇര, പക്ഷെ അത് കടിച്ചു കഴിഞ്ഞാൽ ആ ഇരക്കുള്ളിൽ ഒരു കൊളുത്തുണ്ട്, ആ കൊളുത്ത് നിന്റെ ചെകിളയിൽ കൊളുത്തും. ആ കൊളുത്തിന് തലയിൽ ഒരു കയറുണ്ട്, ആ കയറിന്റെ തലയിൽ ഒരു വടിയുണ്ട്. വടി പിടിച്ച് മനുഷ്യൻ പറഞ്ഞൊരു ജീവി കരയിലിരിക്കുന്നുണ്ട്. നീ
നിന്റെ ചെകിളയിൽ ഇത് കൊളുത്തിക്കഴിഞ്ഞാൽ മനുഷ്യൻ എന്നുള്ള ജീവി നിന്നെ വലിച്ചെടുക്കും. വലിച്ചെടുത്ത് നീ ഈ കുളത്തിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ നിന്റെ ജീവൻ നഷ്ടപ്പെടും. ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിന്റെ ശരീരവുമായി ആ മനുഷ്യൻ എന്നുള്ള ജീവി അയാളുടെ വീട്ടിലേക്ക് പോകും. വീട്ടിൽ മറ്റൊരു ഭീകരജീവി ഇരിക്കുന്നുണ്ട്. അതിന്റെ പേര് അയാളുടെ ഭാര്യ. അവളും ഇയാളും കൂടി അവിടെ കത്തി എന്നൊരു സാധനമുണ്ട്, മൂർച്ചുള്ള സാധനമാണ്. അതുപയോഗിച്ച് നിന്നെ ചെത്തി വെടിപ്പാക്കി മുറിച്ച് കഷ്ണങ്ങളാക്കും. എന്നിട്ടോ അവിടെ ഒരു ചീനച്ചട്ടിയുണ്ട്. അതിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയുണ്ട്. ആ എണ്ണയിലേക്ക് നിന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും മുളകിട്ടതിന് ശേഷം ആ എണ്ണയിലേക്ക് ഇടും. എണ്ണയിലിട്ട് അത് വറുത്തെടുത്തതിന് ശേഷം ഇത് പറയാണ് ആര്? ഈ തവള. അതുകൊണ്ട് നീ ഇങ്ങോട്ട് പോവല്ലേ, നിന്റെ രക്ഷയാണ്. ഈ സമയത്ത് തവള പറയുന്നത് കേൾക്കാതെ ഓടിപ്പോയി ഇത് ഒരു അർത്ഥമില്ലാത്ത വർത്തമാനം, തനിക്ക് എവിടെ നിന്ന് കിട്ടി ഈ വിവരം? തവളയോട് ചോദിക്കാണ് മീന്. ഈ കുളത്തിനപ്പുറത്തൊരു മനുഷ്യനോ, ഈ കുളത്തിനപ്പുറത്ത് മറ്റൊരാൾ ഈ വടിയും പിടിച്ചിരിക്കുക, എന്ത് വിഡ്ഢി വർത്തമാനം? ആരെങ്കിലും ചീനച്ചട്ടിയിൽ പോയി തിരിച്ചു വന്നിട്ടുണ്ടോ? ആരെങ്കിലും ചീനച്ചട്ടിയിൽ പോയതിനു ശേഷം ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? ഏതെങ്കിലും തെളിവ് പറയാൻ പറ്റുമോ? ഏതെങ്കിലും മീനിനെ തെളിവായിട്ട് ഉദ്ധരിക്കാൻ പറ്റുമോ? കത്തി കണ്ടിട്ട് തിരിച്ചു വന്ന മീനിനെ കാണിച്ചു തരാൻ പറ്റുമോ? ഇതെല്ലാമാണ് മീനിന്റെ യുക്തിവാദപരമായ ചോദ്യങ്ങൾ. എന്നാൽ യഥാർത്ഥത്തിൽ മീന് യുക്തിവാദിയാണെങ്കിൽ എന്താണ് അയാൾ ചെയ്യേണ്ടത്? അയാൾക്കൊരല്പം വിനയവും ഉണ്ടെങ്കിൽ അയാൾ ചെയ്യേണ്ടത്, ആദ്യം അയാൾ മനസ്സിലാക്കേണ്ടത് എന്റെ അറിവിന് പരിമിതിയുണ്ട് നടന്ന്. കാരണം ഞാൻ ഈ കുളത്തിൽ ജീവിക്കാൻ വേണ്ടി എനിക്ക് കഴിയുന്നതിന് പുറത്തേക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കുളത്തിന് പുറത്തൊരു ലോകം ഉണ്ടാകാം എന്ന് അയാൾക്ക് വിചാരിക്കാമല്ലോ. ഉണ്ട് എന്ന് വേണമെങ്കിൽ തെളിവ് വേണം. ഉണ്ടാകാം. അങ്ങനെ ഉണ്ടാകാം എന്നാകുമ്പോൾ ഈ തവള എന്നൊരു സാധനമാണല്ലോ ഇത് വന്ന് പറഞ്ഞത്. അപ്പൊ ആദ്യം പരിശോധിക്കണം ഇയാൾ ഈ തവളക്ക് കുളമൊഴിച്ച് പുറത്തെവിടെങ്കിലും പോകാനുള്ള വല്ല കഴിവുണ്ടോ എന്ന് അയാൾ പരിശോധിക്കുകയാണ്. പരിശോധിക്കുമ്പോൾ വസ്തുനിഷ്ഠമായി തന്നെ പരിശോധിക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാകും കുളത്തിന് പുറത്ത് കരയിൽ ജീവിക്കാൻ കഴിയുന്ന ജീവിയാണ് ഈ തവള. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് പരിശോധിക്കേണ്ടത് എന്താണ്? ഈ തവള പുറത്തു പോകാൻ കഴിയുമെങ്കിലും കളവ് പറയുന്നവനാകാൻ തവള കളവ് പറയാം. അതുകൊണ്ട് തന്നെ ഈ തവള കളവ് പറയുമോ എന്ന് പരിശോധിക്കണം. അപ്പൊ മനസ്സിലാവണം, ഒന്ന് പുറത്തു പോകാൻ കഴിയും, രണ്ട് ഇതുവരെ ഈ തവള കളവ് പറഞ്ഞിട്ടേ ഇല്ല. ഇതുവരെ കളവ് പറഞ്ഞിട്ടേ ഇല്ല തവള ഒരിക്കൽ പോലും. അപ്പോൾ ബുദ്ധിയുള്ളവനാണ് മീനെങ്കിൽ യഥാർത്ഥത്തിലുള്ള യുക്തിവാദിയാണ് മത്സ്യമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? തവള പറയുന്നത് അനുസരിക്കുകയാണ്. മനസ്സിലാക്കാൻ വേണ്ട, കാരണം അവന്റെ പരിമിതിയെ കുറിച്ച് അവന് ബോധ്യമുണ്ട്. അതോടൊപ്പം തന്നെ തവളക്ക് അറിവുണ്ട് എന്നുള്ള, എനിക്കറിയാത്തത് തവളക്ക് അറിയാമെന്ന് അവന് വസ്തുനിഷ്ഠമായി മനസ്സിലായിട്ടുണ്ട്. തവള കളവ് പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. ഇതേ യുക്തിയാണ് എന്റെ യുക്തി. ഈ മരണാനന്തര ജീവിതം വേണമെന്ന് എന്റെ മനസ്സെന്നോട് പറയുന്നു. മരണാനന്തര ജീവിതത്തെ കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധ ഖുർആനിൽ എനിക്ക് കാണാൻ കഴിയുന്നു. പരിശുദ്ധ ഖുർആനുമായി കടന്നു വന്ന വ്യക്തി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തെയും പരിശുദ്ധ ഖുർആനെയും ഞാൻ വസ്തുനിഷ്ഠമായ പഠനത്തിന് വിധേയമാക്കുന്നു. വസ്തുനിഷ്ഠമായി, പൂർണ്ണമായി എന്റെ കയ്യിലുള്ള ശാസ്ത്രത്തിന്റെ, ചരിത്രത്തിന്റെ, ധർമ്മശാസ്ത്രത്തിന്റെ എല്ലാം അളവുകോലുകൾ വെച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പഠന വിധേയമാക്കുന്നു. എനിക്ക് മനസ്സിലാകുന്നു പരിശുദ്ധ ഖുർആൻ സൃഷ്ടികളുടെ രചനയെ അല്ല, മനുഷ്യന്റെ രചനയെ അല്ല എന്ന്. സർവകാലജ്ഞാനിയായ തമ്പുരാന്റെ അടുത്ത് നിന്നുള്ള വചനങ്ങളാണ് ഖുർആൻ എന്ന് എനിക്ക് ബോധ്യപ്പെടുന്നു. അതോടൊപ്പം ഖുർആനുമായി കടന്നു വന്ന വ്യക്തിയെ ഞാൻ പരിശോധനാ വിധേയമാക്കുന്നു. അദ്ദേഹം തന്റെ 40 വയസ്സുവരെ ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ല എന്നത് അദ്ദേഹത്തിന്റെ ശത്രുക്കൾ വരെ അംഗീകരിച്ച കാര്യമാണ് എന്ന് അദ്ദേഹത്തിന്റെ ശത്രുക്കൾ എഴുതി വെച്ച ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെടുന്നു. പിന്നെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അതേപോലെ ഞാൻ അംഗീകരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ എനിക്ക് അന്വേഷിക്കുവാൻ സാധ്യമല്ലാത്തൊരു ലോകത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. എനിക്ക് അന്വേഷിക്കുവാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ചും ഖുർആനിൽ ഒരുപാട് പരാമർശങ്ങളുണ്ട്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യൻ അറിയാൻ പാടില്ലാതിരുന്ന ഒരുപാട് കാര്യങ്ങൾ,
ആ കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഈ 14 നൂറ്റാണ്ട് കാലമായുള്ള ശാസ്ത്രത്തിന്റെ, സാങ്കേതിക ശാസ്ത്രത്തിന്റെ, വൈജ്ഞാനിക വിപ്ലവത്തിന്റെ, വിസ്ഫോടനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനാ വിധേയമാക്കുന്നു. ഒരു കാര്യം പോലും, ഒരബദ്ധം പോലും ഉള്ളതായി എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഒരൊറ്റ അബദ്ധം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകം ശ്രവിച്ച, നിരക്ഷരനായ ഒരു മനുഷ്യന്റെ നാവിലൂടെ ലോകം കേട്ട ഒരു ഗ്രന്ഥത്തിൽ ഒരു അബദ്ധം എനിക്ക് കാണാൻ കഴിയുന്നില്ല. ശാസ്ത്ര, സാങ്കേതിക, വൈജ്ഞാനിക വിസ്ഫോടനങ്ങളുടെ കാലഘട്ടത്തിൽ 50 കൊല്ലങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട ഗ്രന്ഥത്തിൽ പോലും അബദ്ധങ്ങളുടെ പഞ്ചാംഗമുണ്ട് എന്ന് നമ്മൾ അറിയുന്നു. എന്നാൽ 14 നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഒരു ഗ്രന്ഥത്തിൽ ഒരബദ്ധം പോലും, പ്രത്യേകിച്ച് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ കുറിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ, എന്റെ പഠനത്തിൽ, എന്റെ അന്വേഷണത്തിൽ ഒരു അബദ്ധം പോലും കാണാൻ കഴിയുന്നില്ല. ആ ഗ്രന്ഥം എന്നോട് പറയുന്നു, നിനക്ക് അന്വേഷിക്കാൻ കഴിയാത്തൊരു ലോകമുണ്ട്, ആ ലോകത്തെ കുറിച്ച് അറിവിലുണ്ട്, ആ അറിവ് നീ സ്വീകരിക്കണമെന്ന്. ഞാനൊരു യുക്തിവാദിയാണ്. അതുകൊണ്ട് തന്നെ എന്റെ യുക്തി, എന്റെ ബുദ്ധി, എന്റെ ചിന്താശേഷി പൂർണ്ണമായി പറയുന്നു ഒരിക്കലും അത് കളവാകാൻ സാധ്യതയില്ല എന്ന്. ഒപ്പം തന്നെ ഇത് എന്നോട് വന്ന് പറഞ്ഞു തന്ന, ഖുർആൻ കൊണ്ടുവന്ന് തന്ന വ്യക്തിയെ ഞാൻ പരിശോധിക്കുന്നു. അദ്ദേഹം ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു കളവാണിത് പറഞ്ഞതെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് അറിയാലോ ഏറ്റവും മിനിമം ഇത് കളവാണ് പറയുന്നത്. മുഹമ്മദ് നബി കളവായിരുന്നത് പറഞ്ഞതെങ്കിൽ മിനിമം അദ്ദേഹത്തിന് അറിയാമല്ലോ ഇത് കളവാണ് പറയുന്നത് എന്ന്. എന്ത് കാരണാകട്ടെ, അതിന് പിന്നിൽ ഒരു സ്വാർത്ഥത ഉണ്ടാകുമല്ലോ. സ്വാഭാവികമായിട്ടൊരു സ്വാർത്ഥത ഉണ്ടാകും ഒരു കളവ് പറയുകയാണെങ്കിൽ. തീർച്ചയായും ഞാൻ പരിശോധനാ വിധേയമാക്കുമ്പോൾ ആ സ്വാർത്ഥത വഴി അദ്ദേഹം നേടിയെടുത്തത് എന്താണ്? 40ാമത്തെ വയസ്സിൽ ഖദീജ എന്ന കുലീനയായ സമ്പത്തുള്ള സ്ത്രീയുടെ ഭർത്താവായി മാറി, 25ാമത്തെ വയസ്സിൽ ഭർത്താവായി മാറി 15 വർഷക്കാലം അല്ലലില്ലാതെ, പ്രയാസമില്ലാതെ ജീവിതം നയിച്ച മുഹമ്മദ് ഇത് പറഞ്ഞു എന്ന കാരണത്താൽ 40ാമത്തെ വയസ്സ് മുതൽ ആട്ടിയോടിക്കപ്പെടുകയാണ്, പീഡിപ്പിക്കപ്പെടുകയാണ്, പ്രയാസങ്ങൾക്ക് വിധേയമാക്കപ്പെടുകയാണ്. ഒരു പച്ചക്കള്ളം പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള കാര്യം നേടിയെടുക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിക്കുമോ? ഏതെങ്കിലും സ്വാർത്ഥികൾ? അല്ലെ, എന്ത് നേട്ടമുണ്ടായി? പരിശോധിക്കണം നമ്മള്. എന്ത് നേട്ടമുണ്ടായി അദ്ദേഹത്തിന്? 13 വർഷക്കാലഘട്ടത്തിലെ പീഡനങ്ങളുടെ, പ്രയാസങ്ങളുടെ കാലം മാത്രം. എല്ലാ അർത്ഥത്തിലും ഇന്നലെ വരെ മുഹമ്മദിനെതിരെ ആരെങ്കിലും പറഞ്ഞാൽ 1000 നാവുകൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉയരുമായിരുന്നു. ഇന്ന് ഈ സത്യം പറഞ്ഞപ്പോ, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറഞ്ഞപ്പോ, മരണാനന്തര ജീവിതത്തിലെ രക്ഷയെക്കുറിച്ച് പറഞ്ഞപ്പോ, അതോടുകൂടി ആ നാവുകൾ മുഴുവനും മുഹമ്മദിനെതിരായി. അതേപോലെ തന്നെ ഇന്നലെ വരെ അദ്ദേഹത്തിനെതിരെ ആരുടെയെങ്കിലും വാളോങ്ങിയാൽ 1000 വാളുകൾ അദ്ദേഹത്തെ പ്രതിരോധിക്കാനുണ്ടായിരുന്നു. ഇന്നു മുതൽ, ഈ സത്യം പറഞ്ഞത് മുതൽ പ്രതിരോധിക്കാനുണ്ടായിരുന്ന വാളുകൾ മുഴുവനും അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു. എന്ത് നേടി അദ്ദേഹം? പരിശോധിക്കേണ്ടത് നമ്മൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും തന്നെ ഒരു കളവല്ല എന്ന് ഞാൻ അറിയുന്നു, മനസ്സിലാക്കുന്നു. അതാണ് എന്റെ യുക്തിവാദം. ഇനി സുഹൃത്തിന്റെ ചോദ്യത്തിന്റെ 2ാമത്തെ വശം, പരലോകത്ത് നല്ല മനുഷ്യന്മാരിൽ എന്താ ചെയ്യുക? നല്ല മനുഷ്യന്മാരെല്ലാം സ്വർഗത്ത് പോകും. പക്ഷെ ആ നല്ല മനുഷ്യന്മാരാണോ അല്ലേ എന്ന് അളക്കാനുള്ള മാനദണ്ഡം നമ്മുടെ കയ്യിലല്ല, പടച്ച തമ്പുരാന്റെ കയ്യിലാണ്. അളക്കുന്നത് ദൈവം തമ്പുരാനാണ്. നല്ലത് എന്ന് പറഞ്ഞാൽ ഏത് തലത്തിലാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു മനുഷ്യൻ നന്നാകണമെങ്കിൽ അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. വിശ്വസിക്കണം, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. വിശ്വാസിയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർ തീർച്ചയായും സ്വർഗപ്രവേശത്തിന് അർഹരാകും. അതിന് പ്രത്യേകം റിസർവേഷൻ ഒന്നുമില്ല. ഏതെങ്കിലും പ്രത്യേക ജാതിയിൽപ്പെട്ടവൻ, ഏതെങ്കിലും പ്രത്യേക കോലത്തിലുള്ള പേരുള്ളവൻ സ്വർഗത്തിൽ പോകുമെന്ന പേരിൽ ജാതി റിസർവേഷൻ ഇല്ല. എന്നാൽ സ്വർഗത്തിൽ പോകണമെങ്കിൽ വിശ്വാസവും സൽക്കർമ്മവും ഉണ്ടാകണം. എന്താ വിശ്വാസം എന്ന് പറഞ്ഞാൽ? എല്ലാവരും വിശ്വാസികളിൽ ഒരുപാട് വിശ്വാസികളില്ലേ? ഒരുപാട് വിശ്വാസികളുണ്ട്. പക്ഷേ സ്വർഗത്തിന്റെ അധിപനായ സർവശക്തനായ തമ്പുരാൻ, അവിടെ സർവശക്തനായ തമ്പുരാൻ മാത്രമാണ് സ്വർഗത്തിന്റെ അധിപൻ. ആ സ്വർഗത്തിന്റെ അധിപനായ സർവശക്തനായ തമ്പുരാൻ ആണ് മനുഷ്യരോട് എന്താണ് വിമലമായ വിശ്വാസം എന്ന് പഠിപ്പിച്ചത്.
സർവേശ്വരനായ തമ്പുരാനാണ് മനുഷ്യനെ സ്വർഗത്തിലിടുന്നത്, അല്ലാതെ നമ്മൾ ഇങ്ങനെ പോയിട്ട് ചാടി വീഴുന്നതല്ല. സർവശക്തനായ തമ്പുരാൻ വിമലമായ വിശ്വാസം എന്തൊക്കെയാണ് എന്ന് കൃത്യമായി പഠിപ്പിക്കാനാണ് പ്രവാചകന്മാരെ പറഞ്ഞയച്ചത്. ആ പ്രവാചകന്മാർ പഠിപ്പിച്ച വിശ്വാസം ആരാണോ സ്വീകരിക്കുന്നത് അവർ സ്വർഗത്തിൽ പോകും.